ഫ്രണ്ട്സ്, PSC ഹെൽപ്പ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. വരാൻ പോകുന്ന പരീക്ഷകളായ LDC ഗാദി ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ VU എക്സാമിനും ആവശ്യമായ പ്രീവിയസ് ഇംഗ്ലീഷിലെ ഒന്നാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10,000 rupees dash a large sum. 10,000 rupees dash a large sum. ഈ ഒരു സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. അതായത് 10,000 rupees dash a large sum എന്നത് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓക്സിലറി വെർബുകളാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അതിൽ ഏതാണ് കറക്റ്റായി വരിക എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഈ 10,000 rupees എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കാൻ. അതായത് 10,000 rupees എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടാണ് കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സിംഗുലർ വെർബ് വേണം. അതായത് സിംഗുലർ ഇതിൽ തന്നിരിക്കുന്ന ഓക്സിലറി വെർബുകളാണ്. അതുകൊണ്ട് സിംഗുലർ ഓക്സിലറി വെർബാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ എമൗണ്ട്, മെഷർമെന്റ്, ഡിസ്റ്റൻസ്, ടൈം, വെയിറ്റ്, ഹൈറ്റ്. ഈ വേർഡുകളെല്ലാം നമ്മൾ സിംഗുലർ ആയിട്ട് വേണം മെഷർ ചെയ്യാൻ. അതായത് എമൗണ്ട്, മെഷർമെന്റ്, ഡിസ്റ്റൻസ്, ടൈം, വെയിറ്റ്, ഹൈറ്റ് ഇതെല്ലാം സിംഗുലർ ആയിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യാൻ. അതുപോലെ തന്നെ 10,000 rupees എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഈസ് ആണ് കറക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഈസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, none of them attended the function. ഇത് നമുക്ക് ടാഗ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് തന്നെ ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. അതായത് സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമുക്ക് അറിയേണ്ടത്. നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. അതായത് ഈ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ നൺ എന്നുണ്ട്. നൺ എന്നുള്ളത് കൊണ്ട് ഈ തന്നിരിക്കുന്ന ഈ സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ടാഗാണ് നമുക്ക് കാണേണ്ടത്. ഈ ഓപ്ഷനിൽ ഓപ്ഷൻ എ എന്താണ്? ഡിഡ് ദേ. അതായത് ഇതൊരു പോസിറ്റീവ് ടാഗാണ്. ഓപ്ഷൻ ബി ഡിഡിന്റ് ദേ. അതായത് ഈ ടാഗിൽ നോട്ട് എന്നുള്ളത് കൊണ്ട് ഇതൊരു നെഗറ്റീവ് ടാഗാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ബി നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ സി എന്താണ്? ഡോണ്ട് ദേ. ഇതിലും നോട്ട് എന്നുള്ളത് കൊണ്ട് ഇതൊരു നെഗറ്റീവ് ആണ്. നമുക്ക് പോസിറ്റീവ് ടാഗാണ് വേണ്ടത്. അതുകൊണ്ട് ഓപ്ഷൻ സിയും നമുക്ക് ആവശ്യമില്ല. ഓപ്ഷൻ ഡി എന്താണ്? ഡു ദേ. ഇതൊരു പോസിറ്റീവ് ടാഗാണ്. നമുക്കപ്പോൾ ഇത് നമുക്ക് വേണം. അതായത് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡി ആണ് ഇതിൽ പോസിറ്റീവ് ടാഗ് ഉള്ളത്. ഇതിൽ ഏതാണ് എന്നാണ് നമുക്കിനി അറിയേണ്ടത്. അതുപോലെ തന്നെ നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. അതായത് നൺ ഉള്ളത് കൊണ്ട് ആ ടാഗിൽ വരുന്ന പ്രൊനൗൺ ദേ ആയിരിക്കണം. നൺ എന്നുള്ളത് കൊണ്ട് ടാഗിൽ വരുന്ന പ്രൊനൗൺ എന്തായിരിക്കണം? ദേ ആയിരിക്കണം. അതായത് നണ്ണ്, നോബഡി, എനിവൺ, എനിബഡി, someone, somebody, everyone, everybody. അതായത് ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ഈ വേർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊനൗൺ എന്തായിരിക്കും? ദേ എന്നായിരിക്കും. ഇനി നമുക്ക് ഓപ്ഷൻ എ ആണോ ഡി ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കണം. നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇതിൽ ഏതാണ് വെർബ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ വെർബ് ഏതാണ്? അറ്റൻഡഡ്. അറ്റൻഡഡ് എന്നുള്ളത് ഒരു പാസ്റ്റ് ആണ്. അറ്റൻഡഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഏതാണ് ഇതിലെ ടാഗ് വരിക എന്ന് നമുക്ക് നോക്കണം. അറ്റൻഡഡ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് അറ്റൻഡ് ആണ്. എന്ത്? അറ്റൻഡഡ്. ഡിഡ് പ്ലസ് അറ്റൻഡ് ആണ് അറ്റൻഡഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാഗ് വരുന്ന ഇപ്പൊ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും. ഡിഡ് പ്ലസ് അറ്റൻഡ് ആണ് അറ്റൻഡഡ്. അപ്പോൾ ഡിഡ് ഉള്ളത് കൊണ്ട് ഓപ്ഷൻ എ ഡിഡ് ദേ ആണ് ഇതിൽ കറക്റ്റായ ടാഗ്. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്?
ഡിഡ് ദേ ആണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസിംഗ് ത്രൂ ദി ഫോറസ്റ്റ്. അതായത് ഈ ക്വസ്റ്റ് ചോദിച്ചിരിക്കുന്നത് കാറ്റിലിന്റെ ഒരു കൂട്ടത്തിനാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് കളക്റ്റീവ് നൗൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാറ്റിന്റെ കൂട്ടം നമ്മൾ എന്താണ് സാധാരണ പറയുക? ഹേർഡ്. അതായത് ഓപ്ഷൻ ബി ഹേർഡ് ആണ് കാറ്റിലിന്റെ കൂട്ടത്തിനെ പറയുക. അതുപോലെ തന്നെ ഇതിലിപ്പോ എല്ലാത്തിന്റെയും ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ തന്നെ എല്ലാത്തിന്റെയും കളക്റ്റീവ് നൗൺസ് ഒരുപാടുണ്ട്, അത് നിങ്ങൾ വേറെ പഠിക്കണം. അത് ഇതിന്റെ എല്ലാം ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ടീം എന്നത് ഹോസസ്, അതായത് ഹോസസിന്റെ കൂട്ടത്തിന് നമ്മൾ ടീം എന്ന് പറയുക. ഹേർഡിന്റെ കൂട്ടം കാറ്റിൽ. ഗ്രൂപ്പ് എന്ന് പറയുന്നത് പീപ്പിൾ, അതായത് പീപ്പിളിന്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലീറ്റോ ഷിപ്സ്, അതായത് ടീം എന്ന ഹോസിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ടീം എന്ന് പറയുന്നത്. ഹേർഡ് കാറ്റിൽ, അതുപോലെ പീപ്പിൾ ഗ്രൂപ്പ്, അതുപോലെ ഷിപ്പ് ഫ്ലീറ്റ്. അപ്പൊ ഇതിലെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഹേർഡ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഈ സെന്റൻസ് പാസീവിലേക്ക് മാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് ആക്റ്റീവ് ആണ്, അപ്പൊ പാസീവിലേക്ക് മാറ്റണം. അത് പാസീവ് വോയിസിന്റെ ഫോർമാറ്റ് ആണ്. ആദ്യം ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ, അതായത് സെന്റൻസിൽ പാസ്റ്റ് ആണുള്ളത്, അതുകൊണ്ട് നമുക്ക് വാസ് ഓർ വേർ വന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വെർബിന്റെ അടുത്ത് ഉള്ളതാണ്, അതായത് സാധാരണ ഒബ്ജക്റ്റ്. വെർബ് എന്നത് ബിൽറ്റിന് തൊട്ടടുത്ത് ഏതാണ്? അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് അത് എഴുതാം. അപ്പൊ എ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. വാസോ വേർത്ത് ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ഇത് സിംഗുലർ ആയതുകൊണ്ട് വാസ് ആണ്. വേർ എന്ന് പറഞ്ഞ പ്ലൂറലാണ്. അപ്പൊ നമുക്ക് ഏത് വരും? വാസ്. അപ്പൊ എ ബ്രിഡ്ജ് വാസ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് ആണ് ബിൽറ്റ്. അടുത്തത് ബൈ. അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഏതതില്? ദ വർക്കേഴ്സ്. അപ്പൊ ബിൽറ്റ് ബൈ ദി വർക്കേഴ്സ്. അപ്പോൾ എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദി വർക്കേഴ്സ്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഓപ്ഷനിൽ ഏതിലാണ് ഉള്ളത് നോക്കാം. ഓപ്ഷൻ എ ബ്രിഡ്ജ് ഈസ് ബിൽറ്റ് ആണ്. അപ്പൊ ഈസ് നമുക്ക് വാസ് ആണ് വേണ്ടത്. അപ്പൊ ഇതല്ല. ഓപ്ഷൻ ബി എ ബ്രിഡ്ജ് ഹാസ് ബീൻ ആണ്. അപ്പൊ ഇതും അല്ല. ഓപ്ഷൻ സി എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദി വർക്കേഴ്സ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ്. കറക്റ്റ് ദ സെന്റൻസ്. ഈ സെന്റൻസിനെ കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറയണത്. അപ്പൊ ഓപ്ഷൻ എ ഷീ സ്പീക്ക് ഫ്രഞ്ച് വെരി ഗുഡ്. അതായത് ഷീ എന്നത് സിംഗുലർ ആണ്. അപ്പൊ സിംഗുലറിന്റെ കൂടെ സിംഗുലർ വെർബാണ് വരുന്നത്. അതായത് ഈ സ്പീക്ക് എന്നത് പ്ലൂരൽ വെർബാണ്. അതായത് ഇവിടെ എസ് എന്ന് വന്നാൽ മാത്രമേ ഇത് സിംഗുലർ വെർബ് ആവുള്ളൂ. അതുകൊണ്ട് ഇതിൽ എസ് ഇല്ലാത്തത് കൊണ്ട് ഈ സെന്റൻസ് റോങ് ആണ്. ഇനി ഓപ്ഷൻ ബി ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ. അതായത് ഷീന്റെ സിംഗുലറിന്റെ കൂടെ സിംഗുലർ വെർബ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. ദ അണ്ടർലൈൻഡ് വേർഡ് ബിലോങ്സ് ടു വിച്ച് പാർട്ട് ഓഫ് സ്പീച്ച്. അപ്പൊ തന്നിരിക്കുന്ന അണ്ടർലൈൻ വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണ് എന്നാണ് അറിയേണ്ടത്. അതായത് ഹൈ പ്രൈസ്, അതായത് ഈ പ്രൈസ് എന്നത് വില കൂടി എന്നാണ് പറയുന്നത്. അതായത് വിലയെ വിശേഷിപ്പിക്കുന്നതാണ് ഈ ഹൈ എന്നത്. പ്രൈസിനെ വിശേഷിപ്പിക്കുന്നതാണ് ഹൈ എന്നത്. ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ നാമം. ഈ പ്രൈസിന് പറയുന്നത് നാമം. അപ്പൊ നാമവിശേഷണമാണ് ഈ ഹൈ എന്നത്. അപ്പൊ ഹൈ എന്തിനെ സൂചിപ്പിക്കുന്നു? അതായത് നാമവിശേഷണമാണ്. എന്താണ്? ഓപ്ഷൻ എ അഡ്ജക്റ്റീവ്. നാമവിശേഷണമാണ് ഓപ്ഷൻ എ അഡ്ജക്റ്റീവ്. അപ്പൊ ഇതിലെ ആൻസർ ഓപ്ഷൻ എ അഡ്ജക്റ്റീവ് ആണ് ആൻസർ. ഈ അഡ്വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണമാണ്. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണം. നൗൺ എന്ന് പറഞ്ഞാൽ നാമം. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ സർവനാമം. അപ്പൊ ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ എ അഡ്ജക്റ്റീവ്. സെവൻത് ക്വസ്റ്റ്യൻ, ടോം സെഡ് ഐ ആം ലീവിംഗ് ഫോർ മദ്രാസ് ടുമോറോ. റിപ്പോർട്ട് ദ സെന്റൻസ്. അതായത് ഈ സെന്റൻസ് ഡയറക്റ്റ് സ്പീച്ച് ആണ്. അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ ടോം സെഡ് ഐ ആം ലീവിംഗ് ഫോർ മദ്രാസ് ടുമോറോ.
ടോം പറയുകയാണ് ഐ ആം ലീവിംഗ് ഫോർ മദ്രാസ് ടുമോറോ, നാളെ ഞാൻ മദ്രാസിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അതായത് അത് ഡയറക്റ്റ് സ്പീച്ച്. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതായത് ടോം പറയുന്നു, അതുപോലെ ഇപ്പോൾ ഞാൻ വേറൊരാളോട് പറയുകയാണെങ്കിൽ ടോമിനെ അവിടെ നമ്മൾ അവൻ എന്നേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവൻ എന്ന് പറയുമ്പോൾ ഐ ആം എന്നുള്ള അവിടെ നമ്മൾ ഹീ ആയിട്ട് മാറ്റണം. അതുപോലെ തന്നെ ഈ ഒരു സെന്റൻസ് തന്നിരിക്കുന്ന ഈ സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് ലീവിംഗ് ING ഫോം ഉണ്ട്, അതായത് കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറ്റുന്നത്. അതായത് വാസോ വേറോ ഒക്കെ വരണം. അതായത് അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കിനി ഓപ്ഷൻ നോക്കാം. അതുപോലെ തന്നെ ഈ ഇൻവേർട്ടഡ് കോമന്റെ പുറത്തുള്ള ഈ സെന്റൻസും കൂടി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺജങ്ഷനായ ദാറ്റ് എന്ന് ഉപയോഗിക്കണം. ഇനി ഞാൻ പറഞ്ഞു തന്ന എല്ലാം തന്നെ ഏത് ഓപ്ഷനാണ് കറക്റ്റായി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ടോം സെഡ് ടു ഹി വാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടു എന്ന് വരില്ല. നമുക്ക് ഈ സെന്റൻസും കൂടി ബന്ധിപ്പിക്കാൻ ദാറ്റ് ആണ് വരുന്നത്. ഇവിടെ ടു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഇത് തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി നോക്കാം. ടോം സെഡ് ദാറ്റ് ഹി വാസ്, ഇതെല്ലാം കറക്റ്റ് ആണ്. ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിംഗ് ഫോർ മദ്രാസ് ടുമോറോ. അത് ഇനി ഒന്നും കൂടി പറയാനുണ്ട്. അതായത് ഈ ഡയറക്റ്റ് സ്പീച്ചിൽ ടുമോറോ എന്ന് വന്നാൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഈ ടുമോറോ എന്നുള്ളതിനെ നമ്മൾ നെക്സ്റ്റ് ഡേ എന്നാണ് എഴുതേണ്ടത്. ഈ ടുമോറോ ഡയറക്റ്റ് സ്പീച്ചിൽ ടുമോറോ എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നെക്സ്റ്റ് ഡേ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബിയിൽ ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിംഗ് ഫോർ മദ്രാസ് ടുമോറോ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നെക്സ്റ്റ് ഡേ എന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബിയും റോങ് ആണ്. ഇനി ഓപ്ഷൻ സി ടോം സെഡ് ഹി ഈസ് എന്നേ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ കൺജങ്ഷനായ ദാറ്റ് എന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ സിയും റോങ് ആണ്. ഇനി ഓപ്ഷൻ ഡി എന്താണെന്ന് നോക്കാം. ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിംഗ് ഫോർ മദ്രാസ് ദി നെക്സ്റ്റ് ഡേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റായ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിംഗ് ഫോർ മദ്രാസ് ദി നെക്സ്റ്റ് ഡേ. 8th question. Correct word among the following series. Option A separate, option B excellence, option C diarrhea, option D Q. ഇതിലെ കറക്റ്റായ സ്പെല്ലിംഗ് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ സെപ്പറേറ്റ്, SEPERATE. സെപ്പറേറ്റിന്റെ കറക്റ്റായ സ്പെല്ലിംഗ് ഇതല്ല, ഇത് തെറ്റാണ്. കറക്റ്റായ സ്പെല്ലിംഗ് SEPARATE എന്നാണ് കറക്റ്റായ സ്പെല്ലിംഗ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി എക്സലൻസ്, EXCELENCE എന്നാണ് തന്നിരിക്കുന്നത്. എക്സലൻസ് സ്പെല്ലിംഗ് തെറ്റാണ്. ശരിയായ സ്പെല്ലിംഗ് EXCELLENCE, അതായത് എല്ലിൻ്റെ അവിടെ ഡബിൾ എൽ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ സി ഡയറിയ, DIARROEA എന്നാണ് തന്നിരിക്കുന്നത്. ഈ സ്പെല്ലിങ്ങും തെറ്റാണ്. ശരിയായ സ്പെല്ലിംഗ് DIARRHOEA, ഇതാണ് കറക്റ്റായ സ്പെല്ലിംഗ്. അപ്പോൾ ഓപ്ഷൻ സിയും തെറ്റാണ്. ഓപ്ഷൻ ഡി QUE, ഈ ക്യൂവിൻ്റെ സ്പെല്ലിംഗ് ഇത് തന്നെ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ക്യൂ ആണ് ശരിയായ ആൻസർ. 9th question. I couldn't tolerate her behavior. Find out the appropriate phrasal verb for the underlined word. അണ്ടർലൈൻഡ് വേർഡ് തന്നിരിക്കുന്നത് ടോളറേറ്റ് ആണ്. ടോളറേറ്റിന്റെ മീനിങ് സഹിക്കുക എന്നതാണ് അർത്ഥം. ആ അർത്ഥം വരുന്ന ഏത് ഫ്രേസൽ വെർബാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പുട്ട് ഔട്ട്. പുട്ട് ഔട്ടിന്റെ മീനിങ് എന്താണ്? എക്സ്റ്റിങ്ക്വിഷ്, അതായത് തീ അണയ്ക്കുക എന്നാണ് ഓപ്ഷൻ എ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഓപ്ഷൻ ബി പുട്ട് ഡൗൺ, ടു റൈറ്റ് ഡൗൺ എന്നാണ് മീനിങ്, അതായത് എഴുതി വെക്കുക, കുറിച്ച് വെക്കുക എന്നൊക്കെയാണ് അർത്ഥം വരിക. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ സി പുട്ട് ഓഫ്, അതായത് മാറ്റി വെക്കുക അല്ലെങ്കിൽ ടു പോസ്റ്റ്പോൺ എന്നാണ് പുട്ട് ഓഫ് എന്നുള്ളതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഓപ്ഷൻ സിയും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്നുള്ളത് പുട്ട് ഓഫ് വിത്ത്, അതായത് സഹിക്കുക അല്ലെങ്കിൽ ടു ടോളറേറ്റ് എന്നാണ് മീനിങ്. അപ്പോൾ തന്നിരിക്കുന്ന ടോളറേറ്റ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഫ്രേസൽ വെർബിലെ കറക്റ്റായ മീനിങ്. 10th question. My brother works in a large office dash I work on my own at home. അതായത് എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നത് വലിയ ഓഫീസിലാണ്, എന്നാൽ
ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ സ്വന്തം വീട്ടിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്നാൽ എന്നുള്ള അർത്ഥമാണ് വരേണ്ടത്. അത് ഏത് ഓപ്ഷനാണ് ആ അർത്ഥം വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ മോറോവർ. മോറോവർ എന്നാൽ അതുമാത്രമല്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ മോറോവർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഓപ്ഷൻ ബി ഫസ്റ്റ്ലി, അതായത് ഫസ്റ്റ്ലി എന്നുള്ള അർത്ഥം വരുന്നത് ആദ്യത്തേത് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഓപ്ഷൻ സി വേർ ആസ്, അതായത് എന്നാൽ എന്നുള്ള മീനിങ് ആണ് വേർ ആസ് എന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റായ ആൻസർ. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്താണ്? ആക്ച്വലി, അതായത് യഥാർത്ഥമായി എന്നാണ് ആക്ച്വലി എന്നുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ലാർജ് ഓഫീസ് വേർ ആസ് ഐ വർക്ക് ഓൺ മൈ ഓൺ അറ്റ് ഹോം. അതായത് ഓപ്ഷൻ സി വേർ ആസ് ആണ് കറക്റ്റായ ആൻസർ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. താങ്ക്